ഈ സ്ത്രീകൾക്ക് വേണ്ടി നിയമം കൊണ്ടുവരാൻ സ്ത്രീകൾ വളരെയധികം കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തിട്ടാണ്. പുരുഷന്മാരെ കഷ്ടപ്പെടണമെന്നാണോ? No, see, why? Because see, at that time, see, at that point of time, wait, please allow me to come. Our constitution said equality. മലയാളത്തിലാക്കിയാൽ കൊള്ളാം. മലയാളം എനിക്ക് ഇപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം, തുല്യത, ഇതൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ 1947 ഉണ്ടായിരുന്നില്ല. നല്ല മലയാളമാണല്ലോ. താങ്ക് യു. ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ആസ്പിറേഷൻ ആണ്. അതിലേക്കാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്രൊവിഷനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്പെഷ്യൽ ലോസ് കൊണ്ടുവരാം സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ദളിറ്റ്സിന്. എന്തിനാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇട്ടിരുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ റിയാലിറ്റി ചെക്ക് ആണ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ. സൊസൈറ്റി ഈക്വൽ അല്ല. നമ്മളുടെ അവസരങ്ങൾ ദ തിങ് ഈസ് മെൻസ് ഇഷ്യൂസ് പോലും റേസ് ചെയ്യുന്നത് ഫെമിനിസ്റ്റുകളാണ്. നിങ്ങൾ കണ്ടിട്ടില്ല. I'm sorry. I'm really sorry for it. See, I'm really sorry for it. Please understand. Please understand. Please understand. ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കറിയാമോ? Listen. Thank you so much for all. അതുകൊണ്ട് thank you. There was a section 377 which gave sexual abuse in the protection for men. അതെടുത്ത് കളഞ്ഞു. ഞങ്ങളല്ല ബൈ ഫെമിനിസ്റ്റുകൾ ഒരിക്കലും അതെടുത്ത് കളയാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സ്റ്റഡി സർക്കിളിൽ നമ്മളെല്ലാം റേസ് ചെയ്തത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എനിക്ക് ഒരു മകനാണ്. നാളെ എന്റെ മകന് ആരോടും എല്ലാ പുരുഷന്മാർക്കും 2013 ഇന്ത്യൻ പാർലമെന്റ് റേപ്പ് മെയിൽസിനും കൂടി മെയിൽസിന് റേപ്പ് ചെയ്യപ്പെടാം എന്ന ബാത്തിൽ വന്നപ്പം ഇതിന് ഈ പാർലമെന്റ് മുന്നിൽ പ്രതിഷേധിച്ച് മൊത്തം ഫെമിനിസ്റ്റ് സംഘടനകളാ. അവരെന്തിനു പ്രതിഷേധിച്ചു? 2013 പാർലമെന്റ് കൂടി ഈ റേപ്പ് കേസിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് റേപ്പിന്റെ ഇപ്പൊ നിയമത്തിലിരിക്കുന്ന റേപ്പിന്റെ ഡെഫിനിഷനിൽ നമുക്ക് പുരുഷന്മാരെ കൊണ്ടുവരാൻ പറ്റില്ല. ബട്ട് വി ഷുഡ് ഗെറ്റ് എ പ്രൊവിഷൻ. ഫെമിനിസമായിട്ട് ആക്ടിവിസം നടത്തുന്നു, ഞങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഈ രാജ്യത്തുള്ളവർക്ക് ആക്ടിവിസം നടത്തുന്നതിനോ സംഘടന ഉണ്ടാക്കുന്നതിനോ യാതൊരു തർക്കവുമില്ല. യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഞാൻ ചോദ്യം, ഒരു ആൺകുട്ടി ഒരു വ്യാജ പരാതിയിൽപ്പെട്ട്, ഇപ്പൊ പോക്സോ പരാതിയിൽപ്പെട്ട് അല്ലെങ്കിൽ വ്യാജ റേപ്പ് പരാതിയിൽപ്പെട്ട് അങ്ങയുടെ അടുത്ത് വന്നു. ഇയാളുടെ അടുത്ത് ശരി എന്ന് അങ്ങേക്ക് മനസ്സിലായി. അങ്ങ് എന്ത് ചെയ്തു കൊടുക്കും? അയാൾക്ക് എന്ത് ചെയ്തു കൊടുക്കും? I have appeared for juvenile POXO cases where my client was a boy. ഞങ്ങൾ ഇക്വാലിറ്റി ഫെമിനിസത്തിനോട് സപ്പോർട്ട് ചെയ്യുന്നു. ഇക്വാലിറ്റി ഫെമിനിസത്തിനോട് എനിക്ക് ഫുള്ള് യോജിപ്പാണ്, പൂർണ്ണ യോജിപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ എന്താ പ്രശ്നം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.